പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യഹോവ മനുഷ്യനോട്, എൻ്റെ ആത്മാവ് എന്നേക്കും വാദിച്ചു കൊണ്ട് ഇരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ ആയുസ് 120 വർഷമാകും എന്ന് അരുളി ചെയ്തു. So the Lord said, My spirit will not remain in humankind indefinitely. Since they are mortal, they will remain for 120 more years. ഈ 120 വർഷം എന്നുള്ളത് എന്തോ ആണെന്ന് ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ മനസ്സിൽ ഇത് വായിച്ചപ്പോൾ തൊട്ടുണ്ടായിരുന്നു. അതെന്തോ ആണ് അതിൻ്റെ ഗ്രാഹ്യത്തില്ല. ഞാൻ ലാസ്റ്റ് പ്രാവശ്യം ഇത് പറഞ്ഞപ്പോൾ അവരുടെ ദുഷ്ടത കൊണ്ട് ദൈവം 120 വയസ്സാക്കി തീർത്തു എന്നാണ് പറഞ്ഞത്. പക്ഷേ കാരണം അതുകൊണ്ടല്ല. ഓക്കെ, അത് എന്തുവാണെന്നറിയണമെന്നുണ്ടെങ്കിൽ കാത്തിരിക്കുക. നമുക്ക് ആദ്യം പ്രാർത്ഥിക്കാം. ഓക്കെ, സ്വർഗ്ഗസ്ഥനായ ദൈവമേ, ഇന്നത്തെ ഈ സന്ധ്യാസമയത്ത് അല്പസമയം വചനമായി അപ്പച്ചൻ്റെ സ്ഥലം കടന്നു വരുവാടേക്കുന്നു. ദൈവമേ, വചനം ജനങ്ങളുടെ ഹൃദയത്തിൽ ദൈവമേ ആഴത്തിൽ പതിവാടേക്കണമേ. കേൾക്കുന്ന ആ ജീവിതത്തിന് അനുഗ്രഹമാക്കി തിരുവടക്കണമേ. പരിശുദ്ധാത്മാൽ അടിയൻ്റെ നാവിനെ കൺട്രോൾ ചെയ്യണമേ. ആവശ്യമുള്ളത് മാത്രമേ പറയാവുള്ളൂ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു മനസ്സാക്കണം. യേശു തന്നെ ആമേൻ. ഓക്കെ, അതിന് മുമ്പേ കുറേ ഇൻട്രഷൻ എൻ്റെ ജീവിതത്തിൽ കുറച്ച് നന്മകൾ വന്നു. അത് മിക്കവാറും ആൾക്കാർക്ക് അറിയാം എന്തുവാണ്. അപ്പോൾ അതുകൊണ്ട് തീരെ സമയം കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇനി അടുത്ത ഫ്ലഡാണ്. അത് 6, 7, 8 അധ്യായങ്ങളിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്താമെന്ന് വിചാരിച്ച് വീഡിയോ ഇനി നിർത്താം. കാരണം സമയം കിട്ടത്തില്ല. കാരണം അത് മാത്രമല്ല, എൻ്റെ ശരീരം എന്നോട് പിണങ്ങി. കാരണം ചില ആൾക്കാർ പറയും പ്രസംഗിക്കുന്നത് ഈസിയാണ്, മനസ്സിലായോ? അപ്പം എല്ലാവർക്കും പ്രസംഗിക്കുക ഈസിയാണ് എന്നൊക്കെ പറയുന്നു. ഒന്ന് പ്രസംഗിച്ച് നോക്കുക, അന്നേരം അറിയാം ഈസിയാണോ ഇല്ലെന്ന്. കാരണം നമ്മുടെയൊക്കെ ചർച്ചകളിൽ തിങ്കൾ, ബുധൻ, വെള്ളി, ശനി, ഞായർ. അപ്പോൾ ഈ 4-5 ദിവസം ഈ മെസ്സേജുകളൊക്കെ കൊടുക്കുമ്പോൾ പാസ്റ്റർമാരെ എത്ര പ്രിപ്പയർ ചെയ്യണമെന്നറിയാം. അപ്പം ഈ ഒരെണ്ണം പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കഷ്ടപ്പാട് എനിക്കറിയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2 മണി 3 മണി വരെയൊക്കെ ഇരുന്നിട്ട് ഇതിനു വേണ്ടി വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുന്നത്. അപ്പോൾ ഉറങ്ങി രാവിലെ 6 മണിയാകുമ്പം പിള്ളേരെ കൊണ്ടുതന്നെ എണീക്കണം. അപ്പം 3-4 മണിക്കൂറൊക്കെ മിക്കവാറും ദിവസങ്ങൾ അവർക്ക് കിട്ടും. അങ്ങനെയായി എൻ്റെ ശരീരം എന്നോട് പിണങ്ങി. അപ്പം 3 മാസം പ്രൊബേഷൻ ഇട്ടേക്കുക. അപ്പം അതുകൊണ്ട് പഴയ പോൽക്ക് ഇരിക്കാൻ പറ്റത്തില്ല. സമയങ്ങളെല്ലാം ചേഞ്ച് ചെയ്തു. അധികം സമയം ഇരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ 2 ആഴ്ച ഫുൾ ഉഴപ്പായിരുന്നു. ഒരല്പം പോലും വായിക്കുകയോ പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സമയം കിട്ടുമോ ഇല്ലോ എന്ന് അറിയാൻ ഞാൻ നിർത്തിയാലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഒത്തിരിയും പേര് എന്നോട് ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ഇടാത്തത് ഷോർട്സായിട്ട് ഇടാം. ഈ ഷോർട്സ് ഇടണമെന്നുണ്ടെങ്കിൽ ഇത്രയും വായിച്ച് പഠിച്ച് മനസ്സിലായോ, ദിവസനെ ഇരുന്ന് എടുക്കണ്ടായോ. അപ്പം അത് കഴിഞ്ഞിട്ട് വേണ്ട കൊടുക്കാൻ 20 മിനിറ്റ്സ് ആയാലും പറയാൻ. അപ്പം അതുകൊണ്ടാണ് നിർത്തിയാലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് റെഗുലറായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എനിക്കറിയത്തില്ല. കിട്ടുന്ന സമയത്തൊക്കെ ചെയ്യാം. ഓക്കെ, ഇപ്പം അങ്ങനെ പോവാം. അറിയത്തില്ല, വൺസ് സ്കെഡ്യൂളൊക്കെ എല്ലാം ഒന്ന് ശരിയായി കഴിയുമ്പം മനസ്സിലാവും. ഒരു ഇതാകത്തില്ലേ, ഒരു 3-4 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം. അത് കഴിയുമ്പം കിട്ടുവാണെന്നുണ്ടെങ്കിൽ റെഗുലറായിട്ട് സമയം കിട്ടുവാണെങ്കിൽ ഇടുക, ഇല്ലെങ്കിൽ ഇത് ചെയ്യുക. ഓക്കെ, ഇല്ലെങ്കിൽ നിർത്തുക. എന്നോട് ക്ഷമിക്കണം. ഓക്കെ, എനിവേ, ഈ 120 ദിവസം ഞാൻ പറയാൻ കാര്യം, ഈ 120 വർഷം എന്നുള്ളത് എൻ്റെ മനസ്സിൽ ഇല്ല. ഞാൻ എപ്പോഴും എൻ്റെ കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഈ 120 വയസ്സ് എൻ്റെ മനസ്സിലൊരു, നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ കീറാമുട്ടിയായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് എനിക്കിതിൻ്റെ അർത്ഥം പിടികിട്ടുന്നില്ല. അപ്പം ഞാൻ ദിവസനിധി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവമേ എന്തുകൊണ്ടാണ് 120 ഈ വർഷമായിട്ടാക്കിയത് എന്നൊക്കെയുള്ള ഇതിനു മുമ്പേ ഉള്ള ചോദ്യം എനിക്ക് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളെ ക്രിയേറ്റ് ചെയ്തു, മനസ്സിലായോ? ഞങ്ങളെ മരിക്കാൻ ഞങ്ങളെ ക്രിയേറ്റ് ചെയ്തിട്ട് മരിക്കാനായിരുന്നെങ്കിൽ
ഇങ്ങനെ മനസ്സിലായി ഒരു ഒരു സെറ്റ് പ്ലാൻ വെച്ചിട്ട് അതിൻ്റെ അകത്തൂടെ റൺ ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഞങ്ങളെ വിധിക്കാൻ എങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ മനസ്സിലായോ? ഇപ്പോൾ നമ്മളെ ഒരു ഗാർഡൻ ഉണ്ടാക്കി, നമ്മളെ അവിടെ വെച്ചു, നടുക്ക് 2 ട്രീ വെച്ചു, നമ്മൾ തെറ്റിപ്പോകുമെന്നറിയാം. മനസ്സിലായോ? സാൽവേഷനായിട്ട് യേശു ക്രിസ്തുവിനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ തെറ്റിപ്പോകും. അങ്ങനെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ എങ്ങനെയാണ് വിധിക്കാൻ പറ്റുന്നത്? മനസ്സിലായോ? ഇപ്പം ഇപ്പോൾ ഒരു മാനസിക ചിന്തിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ചോദിക്കത്തില്ലേ, ഇങ്ങനെ കുറേ ഒരു സെറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് വാട്ട്സ് ഹോൾ പോയിൻ്റ് ഓഫ് പിന്നെ ഞങ്ങളെ ക്രിയേറ്റ് ചെയ്യുന്നത്? ഞങ്ങൾ പാവം ചെയ്യാമെന്നറിയാം, പിന്നെ ഞങ്ങളെ ശിക്ഷിക്കുന്ന എന്തിനാണ് എന്നൊക്കെയുള്ള ഒരു ചോദ്യം വരുമല്ലോ, അല്ലേ? അതേപോലെയുള്ളൊരു ചോദ്യം എനിക്കിവിടെ 120 വയസ്സ് എന്തിനുണ്ട് 120 വയസ്സായി എന്നൊക്കെ ഇങ്ങനെ എൻ്റെ മനസ്സിൽ ചിന്തകളൊക്കെ വന്നു. അപ്പം ഞാൻ ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കും, ദൈവമേ അപ്പോൾ ഇങ്ങനെയൊന്ന് ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി. ഈ യൂട്യൂബിനകത്തുനിന്ന് ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി. അതനുസരിച്ച് ഞാനൊരു ബുക്ക്, ഒന്നല്ല ആ വ്യക്തിയുടെ ആദ്യം ഒരു ബുക്ക് വായിച്ചു, പിന്നെ രണ്ടാമത്തെ ബുക്കും വാങ്ങിച്ചു. 2 ബുക്ക് അദ്ദേഹം എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ആ ബുക്ക് വായിച്ചപ്പം അതിൽ കൂടെ പിന്നെ മറ്റുള്ള നമ്മുടെ എല്ലാം കൂടെ വെച്ച് നോക്കിയപ്പം എനിക്ക് അതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് കിട്ടി. അപ്പം നമ്മൾ ദൈവസന്നിധിയിൽ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എപ്പോഴും ഇരിക്കുന്നത്. ഞാൻ ദൈവത്തോട് ദൈവമേ, അപ്പോൾ ഹോൾ സ്പിരിറ്റ് നമ്മളെ പല രീതിയിൽ നമ്മളെ നയിക്കും. നമ്മൾ ഡിലിജൻ്റ്ലി നമ്മൾ സത്യസന്ധതയോടെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തി നമ്മളെ ഓരോ വഴി നമ്മളെ നയിക്കും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ പലപ്പോഴും എനിക്ക് ദൈവം മറുപടി തരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ഇൻ്റർവ്യൂ കണ്ടു. ഒരു വ്യക്തിയുടെ 2 ബുക്ക് കിട്ടി. ഒന്ന് ഇത് വൈ വി ഡൈ, വെങ്കി രാമകൃഷ്ണൻ. ഓക്കെ, ഈ ബുക്ക് രണ്ടാമത്തെ ബുക്ക് ഇത് ഞാൻ വായിച്ചിട്ടില്ല. ഇതിൻ്റെ 30 പേജ് കണ്ടേ വായിച്ചിട്ടുള്ളൂ. പക്ഷേ എങ്കിലും ഫുൾ ഇത് ഞാൻ കേട്ടു. അപ്പോൾ ആ ബുക്കുകൾ വായിക്കുവാൻ ഇടയായി. അപ്പോൾ അന്നേരം എനിക്ക് ഈ 120 വയസ്സിൻ്റെ ഇദ്ദേഹം നൊബേൽ പ്രൈസ് വിന്നറാണ്. മനസ്സിലായി? ഇതിൻ്റെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ ചെറുപ്പക്കാരാകാം എന്നുള്ള, ഇപ്പം മിക്ക ആൾക്കാരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ നമ്മൾ യവനത്തിലോട്ട് പോകാം. ഇപ്പോൾ കാലിഫോർണിയയിലുള്ള ടെക് കമ്പനീസ് എല്ലാ ബില്യനേഴ്സും ഒക്കെ ആയിട്ടുള്ളവർ ചെറുപ്പക്കാരികളായ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചിട്ട് അവർ നോക്കുന്നത് എങ്ങനെ യവനത്തിലോട്ട് പോകാമെന്ന് ഉള്ള രീതി. അവർ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെ യൂത്ത്ഫുൾ തിരിച്ചു പിടിക്കാം എന്നുള്ളത് മനസ്സിലായി. അപ്പം അങ്ങനെയൊക്കെ ഇതേപ്പറ്റി ഞാനും ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ തലമുടി നരച്ചത് നിങ്ങൾക്കറിയാം. എനിക്ക് 43 വയസ്സുള്ളൂ. ഇപ്പോഴേ കണ്ടു കഴിഞ്ഞാൽ അപ്പൂപ്പൻ്റെ കൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ടല്ല ഞാൻ തീരുമാനിച്ചേ, ആ സമയത്തല്ല ഞാൻ ചിന്തിച്ചത് എന്താ കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലൊരു പ്രത്യേക സംഭവം നടക്കും. അത് കുറച്ച് പേർക്കൊക്കെ അറിയാം. 2019 നടന്നത്. അപ്പോൾ ആ സമയം നടന്നപ്പം ഈ ഓട്ടോഇമ്മ്യൂൺ ഡിസീസിനെ പറ്റി പഠിക്കാനായി. അപ്പോൾ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ഈ T-സെൽ എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മുടെ പാൻക്രിയാസിനെ ഇങ്ങനെ പിടിച്ചു വെച്ച് യൂസ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അപ്പം T-സെൽ തെറാപ്പി നടത്താൻ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ ഇങ്ങനെ നടത്തി. അപ്പം ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു, ഡോക്ടർ ഈ പാൻക്രിയാസ് മാറ്റി വെച്ച് പുതിയത് വെച്ചാലും പറ്റത്തില്ല, അന്നേരവും T-സെൽ ആ പുതിയതിനെ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഈ ബ്ലഡ് ഇത് ചെയ്യണം. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ഉള്ള ആൾക്കാർക്ക് എൻ്റെ ബ്ലഡ് മനസ്സിലായി ലൈവായിട്ട് ഇങ്ങനെ കൊടുത്താൽ എങ്ങനെ ഇരിക്കുമെന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനെ കുറേ ഐഡിയകൾ അന്നേരം എൻ്റെ മനസ്സിൽ വന്നു. ഇത് പൊട്ടത്തരം ആയിരുന്നു എന്ന് മെഡിക്കലായിട്ടുള്ളത് നിങ്ങൾക്കറിയാം. അങ്ങനത്തെ ചിന്തകൾ വന്നു, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാന്ന്. അപ്പം ഇതൊക്കെ വായിച്ചപ്പോഴാണ് അതിൻ്റെ മനസ്സിലായത് നമുക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ബൈബിളിലും അതിനകത്ത് വാക്കുണ്ട്, പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ ഒഴിച്ചു വയ്ക്കാൻ പറ്റത്തില്ല, കാരണം രണ്ടും നശിക്കും. അപ്പം എൻ്റെ ബ്ലഡ് മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ
ചെറുപ്പക്കാരായിട്ടുള്ള കൊടുത്തു കഴിഞ്ഞാൽ ആ ചെറുപ്പക്കാരുടെ ബ്ലഡ് എൻ്റെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഓർഗൻ അതിനോട് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? അതേപോലെ തന്നെ വേറൊരു ഐഡിയ എൻ്റെ മനസ്സിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് 43 വയസ്സിൽ ഈ തലമുടിയൊന്നും നരയ്ക്കേണ്ടതല്ല അല്ലേ? പക്ഷേ അപ്പോൾ ഏത് വയസ്സിലാണ്? ഇപ്പം 63 വയസ്സിലാണ് ഒരു എക്സാമ്പിൾ, 20 വയസ്സ് 63 വയസ്സിലാണ് എൻ്റെ തലമുടി നരയ്ക്കണമെന്ന് വെച്ചോ. അപ്പം ഞാൻ 20 വയസ്സ് മുമ്പോട്ടാണ്, മനസ്സിലായി? എൻ്റെ ഓർഗൻസ് 20 വയസ്സ് മുമ്പിലോട്ടായിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതൊന്ന് തിരിച്ചു കൊണ്ടുവരാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഫുഡും എക്സസൈസും എല്ലാം ചെയ്ത് തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അടുത്ത 40 കൊല്ലം എടുക്കും അത് തിരിച്ചു കൊണ്ടുവരാൻ, മനസ്സിലായി? ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എത്ര വയസ്സാവും? അപ്പോൾ എനിക്ക് എൻ്റെ ഓർഗൻ ശരിക്കും 83 വയസ്സാവും. അപ്പോഴത്തേക്ക് ഞാൻ ഏകദേശം പെട്ടിയിലാകാൻ ഉള്ള സമയമാവും അല്ലേ? അപ്പോൾ അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെയൊക്കെ കുറേ ഐഡിയകൾ വന്നു. പക്ഷെ അതൊന്നും ശാശ്വതമായ ഒരു പരിഹാരമല്ല. വർക്കൗട്ട് ചെയ്യാൻ ഒത്തിരി ഡിഫിക്കൽട്ടായിരിക്കും. അങ്ങനെ മെഡിക്കലി അതൊന്നും പറ്റത്തില്ല. കാരണം വൺസ് അത് എന്തോ കാര്യം എന്ന് വെച്ചാൽ, ഈ ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾ ഈ ബുക്ക് വായിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ്. അപ്പം ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തത് മരിക്കാനായിട്ടല്ല. ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിരുന്നത് പണ്ട് ഇതേപോലെ സ്കൂളിൽ പഠിക്കുമ്പോഴും എനിക്ക് ഈ ഐഡിയ, എന്നെ ഒരു ബയോളജി ടീച്ചർ ഷപ്പീറോ ആണെന്ന് തോന്നുന്നു, എവിടെ വെച്ചോ അല്ല സ്കൂളിലോ എവിടെ വെച്ചോ എനിക്ക് ഇതേപോലത്തെ ഒരു ഇത് വന്നു, നമ്മളെ ക്രിയേറ്റ് ചെയ്തത് മരിക്കാനല്ല. പക്ഷേ വൈ? അപ്പോൾ അന്നേരം ദേർസ് എ റിമെയിൻ വൈ സാൽവേഷൻ. യേശുക്രിസ്തുവിനെ ഇതിൻ്റെ ഇമേജിനും ലൈക്നെസ്സിലും നമ്മളെ ക്രിയേറ്റ് ചെയ്തു. എന്തിനാ? അവിടെ വരുന്ന പ്രീ ഡെസ്റ്റിനേഷനും ഫ്രീ വിൽ എന്ന് ഇത് രണ്ടും നമ്മൾ ശരിക്കും മനസ്സിരുത്തി പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതേ ഉള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതന്നിരിക്കും, നിങ്ങളത് പോയി പഠിക്കുക. കാരണം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒത്തിരി ഹാർഡാണ്, മനസ്സിലായോ? അപ്പം നമ്മളെ മരിക്കാനായിട്ടല്ല ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ സംഹൗ നമ്മുടെ ശരീരത്തെ ഒരു റൈബോസോം, ക്രോമസോം ന്യൂക്ലിയസിൻ്റെ അകത്ത്, സെല്ലിൻ്റെ ന്യൂക്ലിയസിൻ്റെ അകത്ത് ക്രോമസോം സ്റ്റാർട്ടഡ് ആക്ടിങ് വിയേർഡ്. എന്തുകൊണ്ടാണെന്നിട്ടല്ല, അത് നമ്മളെ ഡീജനറേഷൻ പ്രോസസ്സിലോട്ട് നയിക്കുക, മരണത്തിലോട്ടുള്ള അന്നേരം തൊട്ട്. പക്ഷെ നമ്മളെ മരിക്കാനായിട്ടല്ല ക്രിയേറ്റ് ചെയ്തത്, മനസ്സിലായോ? മരിക്കാനായിട്ടല്ല ക്രിയേറ്റ് ചെയ്തത്. പക്ഷെങ്കിൽ നമ്മൾ എന്തോ സംഭവം കാരണം അത് നമ്മുടെ പാപമാണെന്ന് നമ്മൾ പറയുന്നു. ഇവിടാണ് ഫെയ്ത്തും ട്രൂത്തും കൂടെ വരുന്നത്. എനിക്ക് അലർജി ഉണ്ടേ, ഇന്നലെ തൊട്ട് അലർജി പിടിച്ചു. കഴിഞ്ഞ 3 വർഷമായിട്ട് എനിക്ക് ക്രോണിക് സൈനസൈറ്റിസ് ഉണ്ട്. മൂക്കിൽ നിന്നൊന്നും വരത്തില്ല, പനി വന്നാലും മൂക്കിൽ വരത്തില്ല. അപ്പം അങ്ങനെ ഇരുന്ന് ഇപ്പം ഈ 3 മാസത്തെ പ്രൊബേഷൻ കാരണം ഒത്തിരി ഇതൊക്കെ ചെയ്യേണ്ടി വന്നു, മനസ്സിലായോ? വ്യായാമങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നപ്പോഴത്തേക്ക് എൻ്റെ ഈ മൂക്കിൽ ഇപ്പം ഇത് 3 വർഷം കോവിഡിന് ശേഷം ഇത് തുടങ്ങി. കോവിഡിന് ശേഷം ഡോക്ടർമാരെ കണ്ടു, ഒത്തിരി മരുന്ന് ഫ്ലോനേസ്, ക്ലാറ്റൻഡി, സൈറ്റൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാം എടുത്തിട്ടും എനിക്ക് ഒന്നും വരത്തില്ല. ഇപ്പം നാണ്ട് ഒലിച്ചുകൊണ്ടിരിക്കുക ഇന്നലെ തൊട്ട്. അതുകൊണ്ട് തുമ്മലുമുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഇപ്പോൾ കണ്ണൊക്കെ നിറയും. അപ്പോൾ ഇത് വരുവേ, അപ്പോൾ എന്നോട് ക്ഷമിക്കണേ കേട്ടോ. അപ്പോൾ എനിവേ പറയാൻ വന്ന ഐഡിയ മറന്നുപോയി. നമ്മളെ മരിക്കാനല്ല, പക്ഷെ നമ്മൾ ഇപ്പോൾ ഇവിടെ വരും സത്യവും വിശ്വാസവും എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് 2 സെയിം ആണോ? അല്ല. നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ എബ്രായ ലേഖനം 11 നമ്മളെപ്പോഴും വിശ്വാസത്തെപ്പറ്റി പറയുമ്പോൾ അങ്ങനെയാണല്ലോ, അതൊന്നൊന്ന് എടുത്ത് ഓരോ വേർഡ്സ് എടുത്ത് നിങ്ങൾ ശരിക്കൊന്ന് പഠിച്ചു നോക്കിക്കേ. വിശ്വാസം എന്നതും ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു.
ഒന്ന് വിശ്വാസം എന്നതോ ഡിഫൈൻ ചെയ്യുക, ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഇനി അതൊന്ന് നിങ്ങളൊന്ന് ശരിക്കും ഒന്ന് എടുത്ത് പഠിച്ചു നോക്കി. ട്രൂത്ത് ആൻഡ് ഫെയ്ത്ത് ഇത് രണ്ടും സെയിം അല്ല. പക്ഷേ ഇത് രണ്ടും സെപ്പറേറ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് പോലെ. സോഡിയവും ക്ലോറൈഡും രണ്ടും പോയിസണാണ്. പക്ഷേ അത് രണ്ടും ഒരുമിച്ച് വരുമ്പോൾ ഉപ്പായിട്ട് വരും, ഉപ്പ് രുചി വരുത്തും. ഇതേപോലെ കാണാം വിശ്വാസവും സത്യവും, പ്രീ ഡെസ്റ്റിനേഷനും ഫ്രീ വില്ലും. എങ്ങനെ പറഞ്ഞു തരണം, അത് എന്താ ഒന്ന് ഇതാക്കി വരാൻ ഇച്ചിരി പ്രയാസമാണ്, ഒത്തിരി സമയം പോകും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ തോട്ട്സ് പോവും. അതുകൊണ്ട് നിങ്ങൾ തന്നെ അത് ഒന്ന് പഠിച്ചെടുക്കുക. ഓക്കെ. അപ്പം 120 വയസ്സ് നമ്മളെ ക്രിയേറ്റ് ചെയ്തത് മരിക്കാനല്ല. പക്ഷേ സംഭവം നമ്മുടെ ക്രോമസോം സ്റ്റാർട്ടഡ് ആക്ടിങ് വിയേർഡ്, നമ്മളെ ഡീജനറേഷൻ പ്രോസസ്സിലോട്ട് വന്നു. അപ്പം ഇങ്ങനെ വന്നു. അപ്പം 120 വയസ്സ് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഓർത്ത് നോക്കി. കാരണം സങ്കീർത്തനം 90-ാം സങ്കീർത്തനം ഇത് ഞാൻ ഈ 3 ആഴ്ച ആയിരുന്നല്ലേ. ആദ്യത്തെ ആഴ്ച ഞാൻ പറയാഞ്ഞത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഷേബയുടെ മാവനാന്ന് തോന്നുന്നു, മാവൻ നിത്യതയിൽ പ്രവേശിക്കാനിടയായി. അപ്പം ഞാൻ അതിൻ്റെ മാവൻ നിത്യതയിൽ പ്രവേശിക്കുന്നതിൻ്റെ മുമ്പേ ഈ ബുക്ക് വായിച്ചു തുടങ്ങി ആ നെക്സ്റ്റ് വീക്കിലേക്കുള്ള എല്ലാം പ്രിപ്പയർ ചെയ്തപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം എനിക്ക് കംഫർട്ടബിൾ അല്ല ഒന്ന് പറയാൻ, മനസ്സിലായോ? കാരണം ദുഃഖത്തിലിരിക്കുന്ന കുടുംബത്തെ അവർ കേൾക്കുമല്ലോ എന്ന് എനിക്കറിയത്തില്ല. കേൾക്കുവാണെങ്കിൽ അവർ വിഷമം വരുമല്ലോ എന്നാണ്. ഞാൻ കംഫർട്ടബിൾ അല്ല. അവർക്ക് ചിലപ്പോൾ കുഴപ്പമില്ലായിരിക്കും, പക്ഷേ ഞാൻ കംഫർട്ടബിൾ അല്ല. അതുകൊണ്ട് ഒരു വീക്ക് ഇരുന്നു. പിറ്റേ ആഴ്ചത്തേക്ക് എൻ്റെ ടോട്ടലി എല്ലാം മാറിപ്പോയി. പിന്നെ 2 ആഴ്ച ഞാൻ കുഴപ്പമായി. അപ്പം ആ ആഴ്ച അന്നേരം തൊട്ടാണ് ഇത് അപ്പം എന്താ 120 വയസ്സ് വരാൻ കാര്യം എന്താ വെച്ചാൽ മനുഷ്യൻ അവരുടെ ബാഡിയെ അബ്യൂസ് ചെയ്യാൻ തുടങ്ങി. സെയിം തിങ് തന്നെ. ക്രോമസോം നമ്മളെ മരിക്കാനല്ല വെച്ചേക്കുന്നത്, പക്ഷെ ഏതോ ഒരു കാരണം മുതൽ നമുക്ക് മരണം വന്നു. ആ കാരണം നമ്മളുടെ ഓർഗനെ അബ്യൂസ് ചെയ്തുകൊണ്ട് 120 വയസ്സായി. കാരണം ഇനി അതിൽ കൂടുതൽ അവൻ ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല. അതേപോലെയുള്ള സ്ഥിതി മനുഷ്യൻ ഇത് ചെയ്തു. മനസ്സിലായോ? ഇപ്പം നമ്മൾ ക്രിസ്തീയ ജീവിതം സ്വാതന്ത്ര്യകരമാണെന്ന് നമ്മൾ പറയുന്നു. മനസ്സിലായോ? അന്നും പറഞ്ഞ് നമുക്ക് ആ സ്വാതന്ത്ര്യം അബ്യൂസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് തോന്നുന്നതെല്ലാം വലിച്ചു വാരി കഴിക്കാൻ പറ്റുമോ? നമുക്ക് തോന്നുന്ന രീതി ജീവിക്കാൻ പറ്റുമോ? എല്ലാത്തിനും ഒരു ഡിസിപ്ലിൻ വേണം, അല്ലേ? അപ്പോൾ അതില്ലാഞ്ഞുകൊണ്ടാണ് എനിക്കിപ്പം 3 മാസം എന്നെ 3 മാസം പ്രൊബേഷൻ കിട്ടിയത്. അപ്പോൾ എന്ന് പറയുന്ന പോലെ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഡിസിപ്ലിൻ വേണം, വ്യക്തമായ ഡിസിപ്ലിൻ വേണം. ഫ്രീഡം കംസ്. ആരായിരുന്നു അത് പറഞ്ഞേ? തിയഡോർ റൂസ്വെൽറ്റാണോ അതോ റൂസ്വെൽറ്റിൻ്റെ വൈഫാണെന്ന് തോന്നുന്നു. റൂസ്വെൽറ്റ് പറഞ്ഞ് അമേരിക്കയ്ക്ക് ഫ്രീഡം കിട്ടിയ സമയത്ത് ഫ്രീഡം കംസ് വിത്ത് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി. മനസ്സിലായോ? എന്ന് പറയുന്നത് പോലെ എലനോർ റൂസ്വെൽറ്റ് അത് പറഞ്ഞ് എന്ന് പറയുന്ന പോലെ ഫ്രീഡം, ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല, അതൊരു ഡിസിപ്ലിനായിട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. എൻ്റെ ഡിസിപ്ലിൻ അത് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് മുഴുവൻ പോയി കിടക്കുക. അപ്പം എനിവേ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ അമേരിക്കൻ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞ് ഫ്രീഡമാണെന്ന് പറഞ്ഞ് നമ്മുടെ ഫ്രീഡം മറ്റൊരാളെ ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റത്തില്ല. സത്യമല്ലേ? നമ്മുടെ ഫ്രീഡം മറ്റൊരാൾക്ക് ഇൻ്റർഫിയറൻസ് ആകാൻ പറ്റത്തില്ല. നമ്മൾ ഡ്രൈവേഴ്സ് ലൈസൻസ് കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുന്ന രീതി ഓടിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ക്രിസ്തീയ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ പറഞ്ഞ പോലെ അബ്യൂസ് ചെയ്യാൻ തുടങ്ങി. മനസ്സിലായോ? അബ്യൂസ് ചെയ്യാൻ. ഇതിനെപ്പറ്റി സാജു ജോൺ പാസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഒത്തിരി സിമ്പിളായിട്ട് ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് പറയാൻ ആഗ്രഹിച്ച കാര്യം വേറൊരു സിമ്പിളായിട്ട് പറഞ്ഞു.
ന്യായപ്രമാണം ആചരിക്കുന്നത് എന്തോ അതിനെന്താ പറയുന്നത്, ദൈവമക്കളായതുകൊണ്ടാണ്, ആകാനല്ല ന്യായപ്രമാണം ആചരിക്കുന്നത്, ആയതുകൊണ്ടാണ്. മനസ്സിലായോ? ഇസ്രായേൽ മക്കൾക്ക് ദൈവം ഇത് കൊടുത്തത് അവർ ഇസ്രായേൽ മക്കളാകാൻ വേണ്ടിയല്ല, അവരെ തിരഞ്ഞെടുത്ത് വീണ്ടെടുക്കപ്പെട്ട് നമ്മൾ ദൈവമക്കൾ ക്രിസ്തുവിനെ ആകാൻ വേണ്ടിയല്ല, ആയതുകൊണ്ടാണ് നമുക്ക് ഇത് വരുന്നത്. മനസ്സിലായോ? ആകാൻ വേണ്ടി ആയതുകൊണ്ടും രണ്ട് ഡിഫറൻസാണ്. മനസ്സിലായോ? അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് നോക്കുക. ഇനി വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഇത്രയേ ഉള്ളൂ. വെൽ ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു ഇത് വേണം. പക്ഷെ അത് അബ്യൂസ് ചെയ്തു. ശരിക്കും ഇതിൻ്റെ അബ്യൂസ് നമുക്ക് കുറേയൊക്കെ അറിയാമെങ്കിലും എങ്ങനെ അബ്യൂസ് ചെയ്തു എന്നറിയത്തില്ല. മനസ്സിലായോ? ഏതൊക്കെ രീതിയിൽ അവർ അബ്യൂസ് ചെയ്തെന്നൊക്കെ ഉള്ളത്, അവർ ആഹാരം കഴിക്കുന്നതെന്നും ഒക്കെ അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ട്. മൃഗങ്ങളെ രക്തത്തോടുകൂടി ഭക്ഷിക്കുന്നതൊക്കെ വീടുണ്ടോ എന്തുകൊണ്ടാണ്. എനിവേ 120. ഇനി അടുത്തത് 90 സങ്കീർത്തനത്തിൽ വരുമ്പം മനുഷ്യൻ്റെ ആയുസ് 70 ഏറെ ആയാൽ 80. അപ്പോൾ ഇവിടെ 120 പറയുന്നു, അവിടെ 70 ഏറെ ആയാൽ 80. മോശയുടെ സങ്കീർത്തനം. ഞാൻ ഈ സങ്കീർത്തനം ഇതെല്ലാം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് ഷേബയുടെ മാവൻ്റെ ഫ്യൂണറൽ സർവീസിന് ഇരുന്നപ്പം എപ്പോഴും ഭാഷമാർ പറഞ്ഞു ഒരു വാക്ക് എന്നെ സ്ട്രൈക്ക് ചെയ്തു. സ്ട്രൈക്ക് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കാൻ വേണ്ടി എൻ്റെ ദിവസത്തെ എണ്ണമേ, നമ്പർ യുവർ ഡേയ്സ് സോ ദാറ്റ് യു വിൽ ഹാവ് എ വൈസ് ഹാർട്ട് എന്നുള്ള, ടീച്ച് മീ ടു നമ്പർ മൈ ഡേയ്സ്. അപ്പോൾ ഒരു കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ, അപ്പം ഞാൻ ഇത് വായിച്ചതും ഇതെല്ലാം ഇങ്ങനെ എൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമായിരുന്നു. അപ്പം ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കാൻ വേണ്ടി. അപ്പം 120 വയസ്സ്, പക്ഷേ സങ്കീർത്തനത്തിൽ പറയുന്നത് 70 ഏറെ ആയാലും 80. ഇത് യഹൂദന്മാരെ ഈ ചില ആൾക്കാരുണ്ട്, നമ്മൾ അറിയണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. അവർ നമ്മളോട് ചോദ്യം ചോദിച്ചിട്ട് അവരെന്തോ പറയുന്നറിയാം, അവർ നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ള ആൻസേഴ്സ് എല്ലാം നമുക്ക് തരും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ 70 ഏറെ ആയാൽ 80. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യൻ അവൻ്റെ വ്യക്തിത്വമാകുന്നതാണ് തൊട്ടാണ് അവൻ്റെ ദിവസം കൗണ്ട് ചെയ്യുന്നത്. മനസ്സിലായി? ജനന ദിവസം തൊട്ട് വേറൊരു ദിവസമുണ്ട്. പക്ഷേ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കാൻ, ഇപ്പം നമുക്ക് ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കാൻ കൊച്ചു പിള്ളേർക്ക് അത് കഴിയുമോ? മനസ്സിലായി? നമ്മൾ ഒരു സർട്ടൻ ഏജ് വരെ നമ്മൾ പേരൻസിനെയോ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാനുള്ളത്. അത് മനസ്സിലായി? അത് കഴിയുമ്പോൾ നമ്മൾ സ്വതന്ത്രമായിട്ട് ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തിയായി തീരാൻ തുടങ്ങും. അന്നേരം തൊട്ട് അങ്ങോട്ട് ഉള്ള ദിവസമാണ് 70 ഏറെ ആയാൽ 80. കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ വയസ്സാകും. അന്നേരവും നമ്മുടെ കൺട്രോൾ പോകും. മനസ്സിലായോ? നമ്മൾ മറ്റുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ആ സമയവും ഈ സമയം കൂടെ കൂട്ടി വയ്ക്കുമ്പോൾ 40 വയസ്സ്, ചിലപ്പോൾ 50. മനസ്സിലായോ? അപ്പോൾ 70 ഏറെ ആയാൽ 80 പ്ലസ് ഇതോടെ കൂട്ടുമ്പോൾ 120 വയസ്സ്. ഇപ്പം നിങ്ങൾ പറയും, നമ്മൾ ചിലപ്പം മലയാളികളായിട്ട് നമ്മൾ അവിടുത്തെ ഫിറ്റി ആയിരിക്കുമ്പം നമ്മൾ കുറേ മുട്ടന്യായങ്ങളൊക്കെ പറഞ്ഞ് ഇതങ്ങനെയല്ല. ഇത് യഥാർത്ഥത്തിൽ ഒരു യഹൂദൻ്റെ ഇത് പറഞ്ഞ അതേപോലെ ഈ സെയിം വാക്യത്തിലും ഈ ബുക്കിൻ്റെ അകത്തും ഇതിനെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ എന്ന് കഴിഞ്ഞാൽ, ഒരു വ്യക്തിയാകുന്ന സമയം തൊട്ടാണ് അവൻ്റെ ദിവസം കൗണ്ട് ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ? അപ്പം നിങ്ങൾ പറയും, ഇപ്പം ഇന്ന് നമ്മൾ അത്രത്തോളം ജീവിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാണെന്ന് കഴിഞ്ഞാൽ നമ്മൾ അബൈസ് ചെയ്യുക. നമ്മൾ അന്നുള്ള ആൾക്കാരെ 900 വരെ ഇരുന്ന ആൾക്കാർ അവർ അബ്യൂസ് ചെയ്ത് അവർ 120 വയസ്സായി. മനസ്സിലായി? എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളുടെ ഓർഗനും 120 വയസ്സ് വരെ ഇതാക്കിയിട്ടുള്ളൂ. അതുവരെ പോകാനേ ഉള്ളൂ. കാരണം നമ്മുടെ ഫുഡും മറ്റുള്ള കാര്യങ്ങളും ഇതുകൊണ്ട് നമ്മൾ അത് പിന്നെയും ലോവറാക്കിക്കൊണ്ടിരിക്കുക. കാരണം നമുക്കറിയാം, ഒരു സിഗരറ്റ് വലിക്കുന്ന വ്യക്തിക്ക് അല്ലെ കള്ള് കുടിക്കുന്ന വ്യക്തിക്ക് അവരുടെ ആയുസിനെ കുറച്ച് ബാക്കിലോട്ട് മാറ്റുക അല്ലേ? അപ്പം നമ്മൾ വിചാരിക്കും സിഗരറ്റ് വലിക്കുന്നു,
ഈ സിഗരറ്റിനെക്കാട്ടി കൂടുതൽ ദോഷം ചെയ്യുന്നൊരു കാര്യമാണ് കൊക്കക്കോള, പെപ്സി ഇതേപോലുള്ള സാധനങ്ങൾ. നിങ്ങൾ ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളല്ലേ പോയി ഇത് ചെയ്ത് നോക്കിക്കോ. അങ്ങനെ നമ്മുടെ ഓരോ ഫുഡുകൾ, അതേപോലെ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ വേണം, റൈറ്റ്? അപ്പോൾ ഈ നമ്മളതിന് പ്രോട്ടീന് വേണ്ടി പല സോഴ്സുകൾ ഇത് ചെയ്യും, മുട്ട, ചിക്കൻ, ബീഫ്, ഇതൊക്കെ. അപ്പം ഈ മൃഗങ്ങളെ നിങ്ങളുടെ പ്രോട്ടീനെ അവർക്ക് സ്റ്റെറോയിഡോ അങ്ങനെ എന്തെങ്കിലും വെച്ച് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഈ ഇറച്ചി നമ്മൾ കഴിക്കുമ്പം നമുക്കും അത് തന്നെ. അതുകൊണ്ടല്ലേ ഇപ്പം മാർക്കറ്റിൽ പോകുമ്പോൾ നോ ആൻറ്റിബയോട്ടിക്സ്, നോ നത്തിങ്, നോ ഹോർമോൺസ് എന്നൊക്കെ പറഞ്ഞ് ചിക്കന് വില കൂട്ടി വിൽക്കുന്നത്. കാരണം അത് നമ്മളെ എഫക്റ്റ് ചെയ്യും. നമ്മളത് കഴിക്കുമ്പോൾ അത് നമ്മളെ എഫക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾക്ക് ഇന്ന് മിക്ക ഫുഡുകളും ഹെവി മെറ്റൽസ് ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. വായ് നമ്മുടെ സോയിൽ മുഴുവൻ കണ്ടാമിനേറ്റ് ചെയ്ത് ഇരിക്കുക. അത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആയുസ് മനസ്സിലായി, നമ്മുടെ ഓർഗൻ സെറ്റ് ഇത്രയും വെച്ചേക്കുക 120 വയസ്സ്, മനസ്സിലായി? അപ്പോൾ നമ്മൾ എത്രമാത്രം അബ്യൂസ് ചെയ്യുന്നതനുസരിച്ച് അത് കുറഞ്ഞുകൊണ്ടിരിക്കും, മനസ്സിലായി? നമ്മൾ റൈറ്റ് ഫുഡ്, റൈറ്റ് എക്സസൈസ്, റൈറ്റ് ചെയ്ത് നമ്മുടെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് അവർ പറയുന്നത് എനിക്കൊന്ന് 30 ഇൻ ബിറ്റ്വീൻ 30 and 40 എന്ന് തോന്നുന്നു, സംതിങ് ലൈക്ക് ദാറ്റ്. അത് കീപ്പ് ചെയ്യാമെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആണുങ്ങൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് മരിക്കുന്നത്, പെണ്ണുങ്ങൾ എന്തുകൊണ്ടാണ് കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നത്? ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ നോക്കിയാൽ മിക്ക വീടുകളും അപ്പന്മാരാണ് പെട്ടെന്ന് മരിച്ചു പോകുന്നത്, അല്ലേ? അമ്മമാർ കുറേ കാലം കൊണ്ട് നിൽക്കും. എന്തുകൊണ്ടാണ്? നിങ്ങൾ ചിന്തിച്ചു നോക്കെ. വായ് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാം കൂടെ വെച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക എന്തുകൊണ്ടാണ് അപ്പന്മാരും ഇതായിരിക്കുന്നത്. ഓക്കെ, അപ്പം 120 വയസ്സ് നമുക്ക് ദൈവം സെറ്റ് ചെയ്തതല്ല. ദൈവം സെറ്റ് ചെയ്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ പോയാൽ നിൻ്റെ ജീവിതം കഷ്ടപ്പാടാണ്. കാരണം അതിൽ കൂടുതൽ പോകാൻ പറ്റത്തില്ല, മനസ്സിലായി? ഇറ്റ്സ് അബ്യൂസായി. കാരണം കഷ്ടപ്പാടായി തീരും. കാരണം ആ എല്ലാം എൻവയോൺമെൻറ്റ് മൊത്തം ചേഞ്ച് ചെയ്തു. കാരണം അതിന് മുമ്പേ ഉള്ള മനുഷ്യർ അത് അബ്യൂസ് ചെയ്ത് നശിപ്പിച്ചു. അതുകൊണ്ട് അത് 120 വയസ്സായി. കാരണം നിങ്ങളല്ലേ ശ്രദ്ധിച്ച് നോക്കിക്കോ, ഇതിന് മുമ്പേ ഉള്ള ആൾക്കാരെ 100 120 വയസ്സും ഒക്കെ കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്നത്. അല്ലെങ്കിൽ നോഹ അത്ര 500 ചില്ലുവാനും വയസ്സ് കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് കൊച്ചുങ്ങളുണ്ടാകുന്നത്. അപ്പോൾ അതേപോലത്തെ മഹാലേൽ എന്ന് പറഞ്ഞ ആളാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കുറഞ്ഞ 65-ാമത്തെ വയസ്സ് കല്യാണം കഴിക്കുന്നത്. ഇനി ഫ്ലഡിന് ശേഷം നിങ്ങൾ നോക്കിക്കേ, എല്ലാവരും 20-30 വയസ്സാകുമ്പോൾ കല്യാണം കഴിക്കുന്നു, മനസ്സിലായി? അവർക്ക് മക്കൾ ഉണ്ടായി എന്ന് പറയുന്നത് ആ വ്യക്തിത്വം, ഒരാളുടെ വ്യക്തിത്വം സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ടേ ഇത്, പിന്നെ മരിക്കുന്ന സമയം തൊട്ടേ ഇത്, മനസ്സിലായോ? അതുകൊണ്ടാണ് 70 ഏറെയായാലും 80 ഈ പറയുന്ന സമയത്ത്. ഒരു എസ്റ്റിമേറ്റ്, നിങ്ങൾക്കൊരു ഐഡിയ പറയാൻ, എക്സാക്റ്റ് അല്ല, 50% പിള്ളേരെ അവരെ അതിനെന്താ പറയുന്നത്, ഇൻഫൻസി, കൊച്ചു ശൈശവത്വം വിട്ട് പോകുന്നില്ല, മരിച്ചു പോവുക. കാരണം മാൽന്യൂട്രീഷനും പ്ലേഗും യുദ്ധവും അങ്ങനെയൊക്കെ ഓരോന്ന് കാരണം. അത് ബാക്കി 50-ൽ 30% 20-നും 30-നും ഇടയ്ക്ക് മരിക്കും. ഈവൻ മെഡീവിയൽ ടൈം പോലും 30-നും 40-നും ഇടയ്ക്ക് വെച്ച് മരിക്കുക. കാരണം യുദ്ധം, ക്ഷാമം, പ്ലേഗ് ഇങ്ങനെയൊക്കെ ഉള്ള ഓരോന്ന് വന്ന് മരിക്കുക. അതിൽ 20% പോകുന്നുള്ളൂ, മനസ്സിലായി? മേലോട്ട് പോകുന്നുള്ളൂ, മനസ്സിലായി? ആദ്യത്തെ ഇൻഫൻസി തരണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 20-30 അത് തരണം ചെയ്ത് പോകുന്ന ആൾക്കാരെ അവരുടെ ഫുഡും കാര്യങ്ങളെല്ലാം ശരിയാണ് 120 വയസ്സ് വരെ ജീവിക്കുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ 120 വയസ്സിൽ അവൻ്റേതായ ഒരു വ്യക്തിത്വം ഉണ്ട്. ആദ്യത്തെ നമുക്ക് കുറേ നാൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. അവസാനം നമ്മൾ വയ്യാത്ത സമയത്ത് നമ്മൾ പിള്ളേരെ ഡിപ്പെൻഡ് ചെയ്തു, മനസ്സിലായോ? ബാക്കിയുള്ള ആ യവനത്വം, അതാണ് 70, ഒരു ശക്തിമാനായ 80. അത് എങ്ങനെ ജീവിക്കണം എന്നുള്ളത്
നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കൗണ്ട് മൈ ഡേയ്സ്. ഓക്കെ, സോ ടീച്ച് മീ ടു കൗണ്ട് മൈ ഡേയ്സ് സോ ദാറ്റ് ഐ വിൽ ഹാവ് എ വൈസ് ഹാർട്ട്. അപ്പം നല്ലതായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഒരു വെൽ ഡിസിപ്ലിൻഡ് ഇതാണ്. ഓക്കെ, എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതി ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ലാസ്റ്റ് 2 ആഴ്ചയായിട്ട് നല്ല ശരിക്കും ഉഴപ്പായിരുന്നു. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ചത് 120 വയസ്സ് എന്തുകൊണ്ടാണ് ഈ 120 വയസ്സ് ആക്കിയത്. ഇപ്പം നമുക്ക് പല ആൾക്കാരും ചോദിക്കുന്ന കേട്ടെ, ദൈവം 120 വയസ്സ് സെറ്റ് ചെയ്ത് നമുക്കതിൽ കൂടുതൽ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന്. കാരണം പറ്റാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അന്തരീക്ഷവും ഫുഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ 120 വയസ്സ് വരെ അതിൽ കൂടുതൽ ജീവിച്ച ആൾക്കാരുണ്ട്. ഇപ്പം 125 127 വയസ്സ് വരെയൊക്കെ ജീവിച്ച ആൾക്കാർ ഉണ്ട്. പക്ഷേ അവരുടെ ജീവിതം കഷ്ടപ്പാടും പ്രയാസവും ഇത്രയേ ഉള്ളൂ. കാരണം നമ്മളുടെ ഓർഗൻ ആ 120 വയസ്സ് സെറ്റ് ചെയ്തല്ല അത്രയും വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം നമ്മുടെ മറ്റെല്ലാം ഇതായി. അതിന് മുമ്പത്തെ ഉള്ള ആൾക്കാർക്ക് ലൈഫ് ലോങ് ജീവിക്കാം. പക്ഷേ നമ്മളെ ക്രിയേറ്റ് കേൾക്കുന്നത് മരിക്കാനല്ല, സാൽവേഷൻ. അപ്പം നിങ്ങൾ ചോദിക്കും സാൽവേഷൻ മരിക്കാനല്ലെങ്കിൽ സാൽവേഷൻ എന്നത് എല്ലാം നിങ്ങളുടെ ഈ ഉത്തരത്തിൻ്റെ അകത്തുണ്ട്. പ്രീ ഡെസ്റ്റിനേഷൻ വേഴ്സസ് ഫ്രീ വിൽ. അതേപോലെ സത്യം, ട്രൂത്ത് വേഴ്സസ് ഫെയ്ത്ത്. ഈ രണ്ടും കൂട്ടിക്കുഴയ്ക്കാൻ പറ്റത്തില്ല. കൂട്ടിക്കുഴച്ചാൽ പ്രശ്നമാണ്. ഓക്കെ, അപ്പം ഇത് പറയാനാ ഫ്ലഡ്. പിന്നെ എന്തെങ്കിലും മെയിനായിട്ട് എൻ്റെ കാര്യം ഇത് 120 വയസ്സ് എൻ്റെ മനസ്സിൽ ഈ ചിന്ത വന്നു. അന്നേരം തൊട്ട് ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം ഇതിനെ പറ്റി കൂടുതലായിട്ട് നയിച്ചു. ഇനി ഫ്ലഡിനെ പറ്റി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഫുള്ള് പറയണം. അത് പറയാൻ പറ്റുമല്ലോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ച് നിർത്തിയത്. ഇന്ന് പറഞ്ഞത് 2-3 ആഴ്ച മുമ്പ് പ്രിപ്പയർ ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ദൈവം അനുവദിച്ച് എല്ലാ കാര്യം ശരിയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ടിടാം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഓക്കെ, മെയിനായിട്ടുള്ള ഗോൾ പറയാൻ ഉദ്ദേശിച്ചത് 120 വയസ്സ് എന്തുകൊണ്ടായി ഉള്ളതാണ്. അതിൻ്റെ ബാക്കിലുള്ള ഇത് സങ്കീർത്തനം ഒരിടത്ത് പറയുന്ന സങ്കീർത്തനത്തിൻ്റെ അകത്ത് 70 ഏറെയാൽ 80 വായി. അപ്പം ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്. ചിലപ്പം നിങ്ങളോട് ആൾക്കാർ ചോദിക്കാൻ ഇടയാവും വായ് എന്തുകൊണ്ടാണ്. പക്ഷേ നമ്മൾ ആൻസർ പറയാൻ പോയാൽ നമ്മൾ തോറ്റു പോകും. കാരണം ആൾക്കാരെ വിശ്വാസം അതാണ്. ട്രൂത്ത് വേഴ്സസ് ഫെയ്ത്ത്. മനസ്സിലായി. വിശ്വാസം ഉണ്ടെങ്കിലേ അതിൻ്റെ അടിസ്ഥാനം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം എവിഡൻസ് കാണിച്ചു കൊടുത്താൽ ആൾക്കാരെ വിശ്വസിക്കത്തുള്ളൂ. വിശ്വാസമില്ലെങ്കിൽ നമ്മൾ എത്ര കിടന്ന് പ്രസംഗിച്ചാലും ഇത് ചെയ്യത്തില്ല. ഓക്കെ, ഇനി വൺ ലാസ്റ്റ് ടൈം അപ്പം കാര്യങ്ങളോടെ പറയാം. ഇത് പറയാൻ ഞാൻ ഉദ്ദേശിച്ചല്ല. ഓക്കെ, പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് വീഡിയോ കണ്ടപ്പം എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്. എനിക്ക് 120 വയസ്സ് കഴിഞ്ഞില്ല, അത് കഴിഞ്ഞു. അപ്പോൾ ഇത് പറയാൻ ആ യൂട്യൂബ് വീഡിയോക്കകത്ത് പറഞ്ഞേ, നമ്മൾ എത്ര കിടന്ന് പറഞ്ഞാലും ഒരു സെറ്റ് ചെയ്ത് ഒരു ട്രഡീഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രഡീഷൻ ചേഞ്ച് ചെയ്യുന്നത് പട്ടിയുടെ വാല് 120 കൊല്ലം അല്ല 12 കാലം കുഴലിട്ടാലും അത് വളഞ്ഞു തന്നെ ഇരിക്കത്തുള്ളൂ എന്ന് പറയുന്ന പോലുള്ള രീതിയാണ് എന്നാണ് പറഞ്ഞപ്പം ഐ ഡോണ്ട് ബിലീവ് ദാറ്റ്. ബിക്കോസ് ട്രഡീഷൻ അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ മാർട്ടിൻ ലൂതറിനെ മനസ്സിലായി തീസിസ് എഴുതി വിറ്റൻബർഗ് അവിടെ വെച്ചപ്പം അതിൽ നിന്നൊരു റിഫോർമേഷൻ വരത്തില്ലായിരുന്നു. മനസ്സിലായി. ഒരാളെ കൊണ്ട് മാർട്ടിൻ ലൂതർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കൊണ്ടാണ് ആ ഒരു റിഫോർമേഷൻ വന്നത് എന്ന് പറയുന്നത്. നമ്മൾ ഇന്നെടുക്കുന്ന സ്മോൾ സ്റ്റെപ്സ് ആയിരിക്കും പിൽക്കാലത്ത് വലുതായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് മിണ്ടാതിരിക്കരുത്. ഒരു സ്മോൾ ആണെങ്കിലും അത് ചേഞ്ച് ചെയ്യാൻ നമ്മൾ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തണം. അതിനെ തിയോളജി പറഞ്ഞ് മുട്ടിനായങ്ങൾ പറഞ്ഞ് അതിനെ ഇത് ചെയ്യാൻ ശ്രമിക്കരുത്, ന്യായീകരിക്കാൻ ശ്രമിക്കരുത്. മനസ്സിലായി. അപ്പം ഇപ്പം ഞാൻ ഈ പറഞ്ഞതിൽ 120 വയസ്സ്
എന്നുള്ളതിൻ്റെ 70 ഏറെയായാൽ 80. എന്തുകൊണ്ടാണ്? അത് വിശ്വാസം ഉണ്ടെങ്കിലേ ഞാൻ പറയുന്ന എവിഡൻസ് നിങ്ങൾക്ക് ഭരിക്കത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്കത് പറയുന്ന വിശ്വാസം അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് എത്ര പ്രൂഫ് തന്നാലും നിങ്ങൾ വിശ്വസിക്കത്തില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ട്രൂത്ത് വേഴ്സസ് ഫെയ്ത്ത്, പ്രീ ഡെസ്റ്റിനേഷൻ വേഴ്സസ് ഫ്രീ വിൽ. ഓക്കെ, ഈ കാര്യങ്ങൾ. ഓക്കെ, അതേപോലെ ഞാനിപ്പം പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് കഴിഞ്ഞാൽ, ഇത് പറയാൻ ഉദ്ദേശമല്ല എങ്കിലും ഞാൻ പോലീസിങ് ചെയ്യുകയല്ല, ക്രിസ്മസ് പോലീസിങ് ചെയ്യുകയല്ല, ഒന്നും ചെയ്യുകയല്ല. ഓക്കെ, ക്രിസ്മസ് എന്ന് പറഞ്ഞ ഒരു ആചാരം 3-ാം നൂറ്റാണ്ടിന് ശേഷം ആണ് തുടങ്ങിയത്. കൊസ്തന്തീനോസ് ചക്രവർത്തിയുടെ ആ ഒരു സമയത്തിന് ശേഷം. ഓക്കെ, ഈ ഡാവിഞ്ചി കോഡ് അല്ലെങ്കിൽ ഡിവിഞ്ചി കോഡ് പല രീതി പറയും. അത് ഉണ്ടാക്കിയൊരു വ്യക്തി പറഞ്ഞു ധരിപ്പിച്ചിരുന്നത് തന്നെ ക്രിസ്തു എന്ന് പറഞ്ഞ ആൾ ജീവനോടെ ഇല്ലായിരുന്നു. മനസ്സിലായോ? ജീവനോടെ ഇരുന്നതല്ല, ഒരു മിത്താണ് എന്ന് പറഞ്ഞ് അതുവഴി മനസ്സിലായി ജനങ്ങളെ അവർക്കതിൻ്റെ പുറകെ കുറേ റീസൺസ് ഉണ്ടായിരുന്നു. അവരെന്തുകൊണ്ടാണ് മനസ്സിലായി. അതിന് ശേഷമാണ് ഇത് വന്നത്. ഞാൻ ഇനി നിങ്ങളോട് പറയട്ടെ, ഞാൻ കുറേ പ്രൂഫ് ഇതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഈ ആട്ടിടയന്മാർ ഇത് ചെയ്ത് ഇപ്പം ഹെബ്രായ കലണ്ടർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഇമ്പോർട്ടൻസ് ഇല്ലാതെ കിടക്കുന്നത് എന്ന് പറയുന്ന ദിവസം റോഷ് ഹഷാന, ന്യൂ ഇയർ എന്ന് പറഞ്ഞ ദിവസം, അത് സെപ്റ്റംബർ അവസാനം കിടക്കുന്ന ദിവസം. ഓക്കെ, റോഷ് ഹഷാന എന്ന് പറഞ്ഞ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. മറ്റെല്ലാത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. പെസഹായ്ക്കുണ്ട്, എന്തോ പെന്തക്കോസ്ത് ദിവസമുണ്ട്, അതേപോലെ ഇനിയും വരാൻ പോകുന്ന യോം കിപ്പൂറിനുണ്ട്, സൂക്കോത്തിനുണ്ട്, അങ്ങനെ എല്ലാത്തിനുണ്ട്. പക്ഷേ റോഷ് ഹഷാനയ്ക്ക് മാത്രം ഇല്ല. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞു. ആ ദിവസമായിരിക്കും, ആ സമയത്താണ് ക്രിസ്തു ജനിച്ചതെന്ന് പറയാനിടയാക്കി പല തെളിവുണ്ട്. കാരണം ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പം ആട്ടിടയന്മാർ വെളിയിലുണ്ട്. അവർ വയലിൽ ആടിനെ തീറ്റിച്ചുകൊണ്ടിരിക്കുക. വയലിൽ ആടിനെ തീറ്റിച്ചുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിലായോ, അവിടെ ക്രോപ്സ് കാണല്ലേ, എന്ന് കഴിഞ്ഞാൽ കൾട്ടിവേറ്റ് കൃഷി കാണല്ലേ. മനസ്സിലായോ? കൃഷി ഇപ്പം ഡിസംബർ മാസത്തിലാണ് പറയുന്നുണ്ടെങ്കിൽ അവിടെ കൃഷിയുണ്ട്. മുൻമഴയും പിന്മഴയും എന്ന് പറഞ്ഞാൽ 2 മഴയുണ്ട്. ഓക്കെ, അതിൽ മുൻമഴ വരുന്നതിന് മുമ്പേ എന്തെടുക്കും, ആദ്യം ഒരു മഴ പെയ്യും. അപ്പോഴത്തേക്ക് ആൾക്കാരത് എല്ലാം കിളച്ച് ഉടച്ച് നല്ല നിലമാക്കിയിടും. ഓക്കെ, അത് കഴിഞ്ഞ് വിത്തിടും. പിന്നെ മഴ വന്ന് പിന്നെ കംപ്ലീറ്റ് വിൻ്റർ സീസണാണ്. ഇപ്പം നിങ്ങൾ ഇരിക്കുന്ന ആൾ, നിങ്ങൾ പോയി യെരൂശലേമിൻ്റെ അവിടെ പോയി അവിടുത്തെ വെതർ നോക്കുക, റെയിനി സീസൺ എപ്പോഴാണ്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ പണ്ടൊക്കെ ഒരു 10-20 കൊല്ലം മുമ്പ് ഉള്ള ആൾക്കാർക്ക് അറിയാം, നാട്ടിൽ ജനിച്ച ആൾക്കാർക്കറിയാം, ആടിൻ്റെയും പശുവിൻ്റെയും വില നമ്മൾ മഴയത്ത് വെളിയിൽ നിർത്തുമോ? ഇല്ല, ആടിനെ അകത്തല്ലേ നിർത്തത്തുള്ളൂ. അപ്പോൾ ഈ ആട്ടിടയന്മാരെ വെളിയിൽ നിൽക്കുന്നത് മഴക്കാലത്ത് വെളിയിൽ പോകുമോ? ഓക്കെ, അത് ഈ കൃഷിയുള്ള സമയത്ത് വയലിൽ ഇത് ചെയ്യാൻ പറ്റുമോ? ഫുഡ് കഴിക്കാൻ പറ്റുമോ ആടുകൾക്ക്? ഓക്കെ, അപ്പം ഇതെന്താ ചെയ്യുന്നത്, ഈ വൺസ് കൃഷി കഴിയുമ്പം ഈ ഏപ്രിൽ മെയ് കഴിയുമ്പോഴത്തേക്ക് കൃഷി കഴിയും. പിന്നെ ഉണക്ക് സമയം, വരൾച്ച സമയം, ആ സമയങ്ങളിൽ എന്തോ പറ്റുമെന്ന് കഴിഞ്ഞാൽ ആട് അവിടെ ഫുഡ് കഴിച്ച് അത് വിസർജനം ചെയ്ത് എന്തോ കൊടുക്കും, ആ മണ്ണ് വളമണ്ണാക്കി വയ്ക്കും. മനസ്സിലായോ? അത് കഴിഞ്ഞ് മുൻമഴ, ആദ്യത്തെ ഒരു മഴ പെയ്യുമ്പോൾ കൃഷിക്കാർക്ക് മനസ്സിലാവും, ഓക്കെ മഴ സീസൺ വരാൻ പോകുന്നു. അവരെന്തെടുക്കും, ഉഴുത് ഇതിരിക്കും. അത് 2-3 ആഴ്ച കഴിയുമ്പോൾ പിന്നെ ഓരോ മഴയാണ്. അപ്പം നിങ്ങളുടെ സമ്പത്തും നിങ്ങൾ ആടിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആടിനെ ഡിസംബർ സമയത്ത് വെളിയെടുക്കുമോ? ഡിസംബർ സമയം ക്രിസ്മസ് ഡിസംബർ 25 പറയുന്നു. ആ സമയത്ത് നിങ്ങൾ വെളിയിൽ കൊണ്ടുപോയി ഇതേപോലെ ചെയ്യുമോ? വചനം ഒന്ന് പറയുന്നു, ട്രഡീഷൻ വേറെ ഒന്ന് പറയുന്നു. നമ്മൾ വചനത്തെയാണ് വിശ്വസിക്കുന്നത്, ട്രഡീഷനെയാണ് വിശ്വസിക്കുന്നത്? നിങ്ങൾ പറ. നിങ്ങൾ തന്നെ യു ബി ദ ജഡ്ജ്. ഓക്കെ,
നമ്മളൊരു അറിയാത്ത ഒരു എന്തിനുമാണ് നമ്മൾ സേവിക്കുന്നത് ക്രിസ്മസാണെന്ന് പറഞ്ഞ് പണ്ടങ്ങാണ്ട് ഉണ്ടാക്കി വെച്ചേ. നമ്മൾ രാജിക്കോട് നമ്മൾ ദൈവവിശ്വാസനീയമല്ലെന്ന് നമ്മൾ പറയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ക്രിസ്മസ് എന്തുകൊണ്ട് ദൈവവിശ്വാസനീയമാണെന്ന് പറയുന്നത്? ഓക്കെ. അതേപോലെ ഒന്ന് ആട്ടിടയന്മാർ വന്നതും ആട്ടിടയന്മാർ വന്ന കാര്യങ്ങളും ആട് വെളിയിലുള്ള കാര്യങ്ങളും എല്ലാം നമുക്കറിയാം. പിന്നെ എന്താ പണ്ട് ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ള ഗസ്റ്റ് റൂം എൻ്റെ ആദ്യത്തെ ഒന്നാമത്തെ രണ്ടാമത്തെ വീഡിയോക്കകത്ത് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതൊന്ന്. രണ്ട്, അടുത്ത ഇത് തെളിവ്. ഓക്കെ, നമ്മൾ യേശു ക്രിസ്തു മരിച്ചതെന്നാണ് നമുക്കറിയാം. ഏത് സമയത്താണ് മരിച്ചതെന്നറിയാം. എക്സാക്ട് ഡേറ്റ് അറിയത്തില്ലെങ്കിൽ നമുക്ക് മരിച്ചതെന്നാണ് സമയത്തറിയാം. ഏതാ? പെസഹയുടെ സമയത്ത്, റൈറ്റ്? പെസഹയുടെ സമയത്താണ് മരിച്ചത്. നിങ്ങൾ പറയും, നമ്മൾ വിശ്വസിക്കുന്നത് യേശു 33.5 വർഷം ജീവിച്ചിരിക്കുന്നു. ചിലർ പറയുന്നു 33 വർഷമേ ജീവിച്ചിട്ടുള്ളൂ. 30 ലൂക്കോസ് പറയുന്നത് 30ാമത്തെ വയസ്സിൽ ശുശ്രൂഷ തുടങ്ങിയെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം 33.5 വർഷം ചെയ്തിട്ടുണ്ടെങ്കിൽ മരണം ഒരു പെസഹയുടെ സമയത്താണെങ്കിൽ അത് പെസഹ വരുന്നത് മാർച്ച്, ഏപ്രിൽ. ഓക്കെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കും. മിക്കവാറും ഇപ്പം ഈ കുറേ നാളുകളായിട്ട് ഏപ്രിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 6 മാസം, അര വർഷമല്ലേ, 3.5 വർഷമല്ലേ, ഒന്ന് 6 മാസം ഒന്ന് ബാക്കിലോട്ട് പോയിക്കേ, എവിടെ വരുമെന്ന് നോക്കിക്കേ. കറക്റ്റ് സെപ്റ്റംബർ അവസാനം നവംബർ വരും. ഇപ്പുറത്തൂടെയും പോയിക്കേ, എവിടെ വരും? ഇനി നിങ്ങൾ പറ, യേശു ക്രിസ്തു ജനിച്ചത് ആണെന്ന് പറ. മരണം അതാണെന്നുണ്ടെങ്കിൽ 33.5 വർഷമല്ലേ, ജനനം എപ്പോഴാണ് നിങ്ങൾ പറ. ഓക്കെ, ഇനി 30 വയസ്സാണെന്നുണ്ടെങ്കിൽ 30 കൊല്ലം ശുശ്രൂഷ ചെയ്തെന്നിരിക്കട്ടെ. ഓക്കെ, മരണം ഇതാണെന്നുണ്ടെങ്കിൽ 30 വയസ്സാകുമ്പം ജനനവും മരണവും ഒരേ സെയിം സമയത്ത് വരണ്ടായോ? മാർച്ച് അവസാനം ഏപ്രിലിൽ വരണ്ടായോ? അന്നേരവും ഡിസംബർ ആകുന്നില്ല, ഡിസംബർ 25 വരുന്നില്ല. ഓക്കെ, വരുന്നുണ്ടോ? നിങ്ങൾ പറ, ഞാനല്ല പറയേണ്ടത്, നിങ്ങളാണ് പറയേണ്ടത്. ഓക്കെ, വരുന്നുണ്ടോ? അല്ലെങ്കിൽ 33.5 വർഷം ആണെന്നുണ്ടെങ്കിൽ ബൈബിൾ പ്രകാരം നിങ്ങൾ ബൈബിൾ വിശ്വസിക്കുന്നുണ്ട്, ബൈബിളാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി തന്നാൽ മതി. മാർട്ടിൻ ലൂതർ ചോദിക്കുന്ന പോലെ തന്നെ ഞാൻ ചോദിക്കുക. നിങ്ങൾ ബൈബിൾ വിശ്വസിക്കുന്നുണ്ട്, ബൈബിൾ പ്രകാരമായി ജീവിക്കുന്നതെന്ന് പറയുന്നു. ഓക്കെ, പ്രൂഫ് കാണിച്ചാൽ ഡിസംബർ 25 ആണെന്നുള്ള പ്രൂഫ് കാണിച്ചാൽ. ലൂണാർ സോളാർ ദിവസം മാറ്റിച്ച് 10-15 ദിവസം വെച്ചാൽ പോലും ഒരു കാരണവശാലും ഡിസംബർ 25 വരാൻ പോകുന്നില്ല. കാരണം വരാൻ പറ്റത്തില്ല. കാരണം ലൂക്കോസിൻ്റെ സുവിശേഷം അല്ലെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷം അല്ലെന്ന് പറയണം, വാലിഡ് അല്ലെന്ന് പറയണം. കാരണം ലൂക്കോസിൻ്റെ സുവിശേഷത്തിനകത്ത് 30ാമത്തെ വയസ്സിൽ തുടങ്ങിയെന്നും ആട്ടിടയന്മാർ വെളിയിലുണ്ടെന്നും അവർ നക്ഷത്രം കണ്ടെന്നും ഒക്കെ പറഞ്ഞിരിക്കും. എല്ലാ സയൻറ്റിഫിക് എവിഡൻസും ഇതിൻ്റെ അഗൈൻസ്റ്റായിട്ടാണ്. ഇനി നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ പറ, ഇത് ആചരിക്കണോ വേണ്ടായോ, അത് ഇറ്റ്സ് അപ് ടു യു. നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഡെസിഷൻ. ഇത് മനസ്സിലായോ? ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. വചനം പ്രകാരം ചെയ്യുക, ബൈബിൾ പ്രകാരം ചെയ്യുക. ഒരു ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്തിനും ഏതിനും കാണിക്കാനുള്ള ഫ്രീഡം അല്ല. ഇറ്റ് ഷുഡ് ബി ഡിസിപ്ലിൻഡ് ലൈഫായിരിക്കണം അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ ജീവിതം നമുക്ക് എല്ലാവരെയും കാണിച്ചുകൊണ്ട് തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഇപ്പം എന്നോട് പല ആൾക്കാരും പല രീതി പറയുന്നുണ്ട്, നീ അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യടാ, നീ അറ്റ്ലീസ്റ്റ് ഇത് ചെയ്യടാ. ചില ആൾക്കാർ പറയുന്നു ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ടേ ചിന്തിക്കത്തുള്ളൂ, അങ്ങനെയൊക്കെ പറയും. മനസ്സിലായി? ഇപ്പം എല്ലാവരും കാണിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. മനസ്സിലായി? എന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇഫ് യു ഹാവ് ഫെയ്ത്ത് ഇൻ മീ, യു ബിലീവ് ഇൻ മൈ ട്രൂത്ത്. ഓക്കെ, എനിവേ ഇത്ര ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇതല്ല, മനസ്സിലായി? അപ്പം ഐ സ്റ്റാൻഡ് എഗൈൻസ്റ്റ് ഇറ്റ്. ഇപ്പം മനസ്സിലായി? അപ്പം ഡിസംബർ 25 എന്തൊക്കെ പറഞ്ഞാലും ആകുന്നില്ല. അപ്പം ഇത് പറയാൻ എൻ്റെ മനസ്സിൽ, കാരണം ഞാൻ ഇനഫ് ഇസ് ഇനഫ്, ഇനി ഞാൻ പറയത്തില്ല എന്ന് തീരുമാനിച്ച കാര്യമാണ്.
കാരണം ആസ് ഫാർ ആസ് എനിക്കറിയാം ആ ദിവസങ്ങളല്ലെന്ന് എനിക്കറിയാം. അപ്പം ഇനി വേറെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി വിശ്വസിക്കേണ്ട വ്യക്തികളാണ്. ഇനി ഇതിനെപ്പറ്റി എവറി സീസൺ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു നല്ല കാര്യമല്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേങ്കിൽ ഈ യൂട്യൂബിൻ്റെ അകത്ത് ട്രഡീഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ട്രഡീഷൻ ആണ് പറയുകയും ചെയ്യും. നമ്മൾ ട്രഡീഷനെ വിശ്വസിക്കുന്നില്ലെന്ന് ഇന്നത്തെ നമ്മുടെ സഭകളിൽ സോറി ഉണ്ടെന്ന് പറയുന്നുണ്ട്. സങ്കീർത്തന വായന നിർത്തിക്കൊണ്ടിരിക്കുക, സാക്ഷ്യം നിർത്തിക്കൊണ്ടിരിക്കുക, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ട്രഡീഷനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സമയത്ത് നമുക്ക് ഇഷ്ടം പോലെ വേറെ ട്രഡീഷൻ, ആവശ്യമില്ലാത്ത ഇഷ്ടം പോലെ ട്രഡീഷനും നമുക്കുണ്ട്. മനസ്സിലായി? നമ്മൾ വചനത്തെ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുന്നു, പക്ഷേ വചനത്തിൽ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ അത് വായിച്ച് മനസ്സിലാക്കി കഴിയും. ഇപ്പോൾ ഇത് പറയുമ്പം നിങ്ങൾ യോനാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 7, 8 ഒന്ന് വായിച്ച് നോക്കി. യഹൂദന്മാരോട് പറയുന്ന പോലെ യഹൂദന്മാരോട് പറയുന്നത്, ഞാൻ പറയുന്നത് നിങ്ങൾ എന്നെ കണ്ടു, എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? എനിക്ക് ബോധമുണ്ടെന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ പറയുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നോ ഞാൻ പറയുന്നു. നിങ്ങൾ മോശയെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മോശ പറയുന്നതിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത്. യു ഗൈസ് ബൈബിളിൽ അനുസരിക്കും. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ ബൈബിൾ വിശ്വസിച്ചാൽ മതിയല്ലോ, ബൈബിൾ വിശ്വസിച്ചാൽ ഓക്കെ, ബിലീവ് ഇൻ ബൈബിളിലുള്ള തെളിവാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. അല്ലാത്ത തെളിവ് നിങ്ങൾ ഇങ്ങോട്ട് കാണിച്ചാൽ ഡിസംബർ 25-ാം തീയതിയാണെന്ന്. ഓക്കെ, അപ്പം ഇത് പറയാനേ ഉദ്ദേശിച്ചുള്ളൂ. ഇത് പറയണമെന്ന് ഉദ്ദേശിച്ചില്ല. പക്ഷേ എനിക്ക് ആ ഒരു ഇത് കണ്ടപ്പോൾ ട്രഡീഷൻ, ഐ ഡോണ്ട് ബിലീവ് ഇൻ ഒരു ട്രഡീഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഇല്ല. ഒരു വ്യക്തിയാണ് തീരുമാനിക്കുന്നത്. ഒരു വ്യക്തി തീരുമാനിക്കുക, അവരവനാണ് തീരുമാനിക്കേണ്ടത് ചെയ്യണോ വേണ്ടെന്ന്. ഏറ്റവും വലിയ എക്സാമ്പിളാണ് മറ്റുള്ളതൊക്കെ. കുറേ ആചാരങ്ങൾ വെച്ചുകൊണ്ടിരുന്നു. അതിനുള്ള ചോദിച്ചു, ഇതിനുള്ള കാര്യം എന്തുകൊണ്ടാണ് ചോദിച്ചു. ഓക്കെ, സഭയ്ക്ക് മറുപടി ഇല്ലാതായിപ്പോയി. ഗലീലി സൂര്യൻ ഭൂമിക്ക് ചുറ്റുക, സൂര്യൻ കറങ്ങുന്നതെന്ന് പറഞ്ഞു. ഗലീലിയോ പറഞ്ഞു അല്ല, സൂര്യന് ചുറ്റുമാണ് ഭൂമി കറങ്ങുന്നതെന്ന് പറഞ്ഞു. ജീവിതകാലം മുഴുവൻ തടവിൽ നിർത്തി സഭ. ജീവിതകാലം മുഴുവൻ ആ വ്യക്തിയെ സഭയ്ക്ക് എഗ്നസ്റ്റായിട്ട് പറഞ്ഞ് ജീവിതകാലം മുഴുവൻ നിർത്തി. പക്ഷെ സത്യമല്ലാതാകുന്നുണ്ടോ? ഗലീലിയോയെ വിശ്വസിക്കാൻ പാടായിരുന്നു. മനസ്സിലായോ? ഇവിടാണ് വിശ്വാസം, സത്യം, പ്രീഡെസ്റ്റിനേഷൻ, ഫ്രീ വിൽ, ഇതെല്ലാം വരുന്നത്. മനസ്സിലായോ? അതേപോലെ തന്നെ 120 വയസ്സ് സങ്കീർത്തനത്തിൻ്റെ കാര്യങ്ങളും എനിക്ക് ഈ ബുക്ക് വായിച്ചപ്പം മരിക്കാനല്ല, നമ്മളെ വി വർ ക്രിയേറ്റഡ് നോട്ട് ടു ഡൈ. മനസ്സിലായോ? പക്ഷേ ഫോർ സം അൺനോൺ റീസൺ, ആ റീസൺ ഒന്നും ആർക്കും അറിയത്തില്ല. മനസ്സിലായോ? ഈ റീസൺ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാപത്താൽ നമ്മൾ കഴിക്കില്ലെന്ന് പറഞ്ഞു. ആ കഴിക്കുന്ന ആദ്യത്തെ ബൈറ്റ് കഴിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ക്രോമസോം മാറ്റാൻ തുടങ്ങി. പാപത്തിൻ്റെ ആദ്യത്തെ കടി കഴിച്ചപ്പോഴത്തേക്ക് എന്താ പറ്റി? നമ്മുടെ ശരീരം മാറി തുടങ്ങി. ഇമ്മോർട്ടലാണോ മോർട്ടലാണോ ആണോ? തേജസ് ധരിച്ചവരായിരുന്നു എന്ന് പറഞ്ഞു, അല്ലാത്തവരായിരുന്നു പറഞ്ഞു. പക്ഷെങ്കിൽ ആ ഫസ്റ്റ് ബൈറ്റിൽ ഈ സയൻസ് തലകുത്തി മറിഞ്ഞിട്ടും അവർക്കറിയത്തില്ല വാട്ട് വാസ് ദ റീസൺ, എന്തുകൊണ്ടാണ് ഇതായെന്ന്. എന്തുകൊണ്ടാണ് ക്രോമസോം അങ്ങനെ അല്ലെങ്കിൽ ന്യൂക്ലിയസ് അങ്ങനെ ആക്ട് ചെയ്യുന്നതെന്ന് അവർക്കറിയത്തില്ല. പക്ഷെങ്കിൽ അന്നേരം തൊട്ട് സയൻസ് വ്യക്തമായിട്ട് പറയുന്നു നമ്മളെ മരിക്കാനല്ല ക്രിയേറ്റ് ചെയ്തത്. മരണം എന്ന് പറഞ്ഞ പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷേ ദൈവം വാണിംഗ് തന്നായിരുന്നു. ഓക്കെ, ബൈബിളിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, വാണിംഗ് തന്നായിരുന്നു, കഴിക്കരുത് എന്ന് പറഞ്ഞ്. ഓക്കെ. 2, ക്രിസ്ത്യ ജീവിതത്തെ പറ്റി പറയുമ്പം അവരുടെ മക്കളായ 2 പേര് യാഗത്തിന് വേണ്ടി കൊണ്ടുവന്നു. എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എങ്ങനെ കഴിക്കണമെന്നും എങ്ങനെ യാഗം ചെയ്യണമെന്നും എവിടെയെങ്കിലും വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടോ? നമ്മൾ വായിക്കുന്ന ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഓക്കെ, അരുതാത്ത കാര്യം ചെയ്യരുത്. മനസ്സിലായോ? വ്യക്തമായിട്ട് എവിടെ എഴുതി വെച്ചിട്ടില്ല എങ്ങനെ ചെയ്യണമെന്നും എങ്ങനെ യാഗം കഴിക്കണമെന്നും.
എങ്ങനെ ചെയ്തു? പക്ഷെ ഒരാളിൽ പ്രസാദിച്ചു, ഒരാളിൽ പ്രസാദിച്ചില്ല. ഓക്കെ, തെറ്റ് സംഭവിക്കും. ഓക്കെ, അത് തിരുത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഓക്കെ, സഭയ്ക്ക് തെറ്റ് സംഭവിച്ചു, മാർട്ടിൻ ലൂഥർ കാണിച്ചു, കുറേ സംഭവം വേർപെട്ടവരായിത്തീർന്നു. മനസ്സിലായോ? എന്ന് പറയുന്ന പോലെ എവിടെ എഴുതി വെച്ചിട്ടില്ല എങ്ങനെ ക്രിസ്ത്യ ജീവിതം എങ്ങനെ അന്നത്തെ യാഗം എങ്ങനെ കഴിക്കണമെന്ന് എഴുതി വെച്ചിട്ടില്ല. ബട്ട് ഒരാളിൽ പ്രസാദിച്ചു, ഒരാളിൽ പ്രസാദിച്ചില്ല. നമ്മൾ പല കാര്യങ്ങളും ഇന്ന് പറയുമ്പം എവിടെ എഴുതി വെച്ചു, ബൈബിളിൽ എവിടെ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ ദേഷ്യം വരും. പക്ഷേ എങ്കിലും നമ്മൾ സഹിച്ച് പിടിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അത്രയേ ഉള്ളൂ. അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എഴുതി വെച്ചിട്ടില്ല. ബട്ട് നിൻ്റെ മനോഭാവം, നിൻ്റെ വ്യക്തിത്വം, അതെന്ന് പറഞ്ഞത് വിശ്വാസം, സത്യം, അത് ശരിക്കും ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. കൂട്ടിക്കഴിക്കരുത്. ഈ വക കാര്യങ്ങളൊന്നും കൂട്ടിക്കഴിക്കുക. രണ്ടും വ്യത്യസ്തമാണ്. പക്ഷേങ്കിൽ രണ്ടും കൂടുമ്പം സോഡിയം ക്ലോറൈഡ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ പ്രീ ഡെസ്റ്റിനേഷൻ, ഫ്രീ വിൽ, രണ്ടും ഡിഫറെൻ്റാണ്. പക്ഷെ രണ്ടും ഇതേ മനസ്സിലായോ? അപ്പം ഇതേപോലെ അങ്ങനെ ഇരിക്കുന്നു. അപ്പം ഇടയ്ക്ക് ക്രിസ്മസിൻ്റെ കാര്യം പറഞ്ഞത് നിങ്ങളെ ഒന്ന് ബോധവൽക്കരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. പല ആൾക്കാരും എന്നെ ഇതേപോൾക്ക് ഓരോന്നൊക്കെ പറയുന്നത് പ്രസംഗിക്കാൻ ഈസിയാണ്. അതേപോൾക്ക് അലീസ്യ ട്രൈ ചെയ്യുന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യം മതി. ഇപ്പോൾ ഇത്രേ പറയാനുള്ളൂ. എനിക്ക് എല്ലാവരും പ്രസാദിപ്പിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. എൻ്റെ മനസ്സാക്ഷിക്കും എൻ്റെ വ്യക്തിത്വത്തിനും ദൈവം എന്നോട് പറഞ്ഞ കാര്യങ്ങൾക്കും അനുസരിച്ച് പറയാം. ഇപ്പോൾ ഇവിടെ 120 വയസ്സ്, ഇപ്പോൾ എന്നെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാൻ തന്ന പ്രൂഫുകളൊന്നും നിങ്ങൾ വിശ്വസിക്കത്തില്ല. ഓക്കെ, യു ആർ ദ ഫ്രീഡം. എനിക്ക് ഫ്രീഡം ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ഇതൊക്കെയാണ് കിട്ടിയത്. ഐ ബിലീവ് ഇൻ ദിസ് ബിക്കോസ് ഐ ഹാവ് റീസൺ ടു ബിലീവ് ഇൻ ഇറ്റ്. ഓക്കെ, അപ്പോൾ അത്രയും പറയാനുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എന്നെ ജഡ്ജ് ചെയ്യാം. ഐ ഹാവ് നോ പ്രോബ്ലം. ഓക്കെ, ഈ കുറേ ദിവസങ്ങളായിട്ട് കുറേ ആൾക്കാർ പല അഭിപ്രായങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദൈവം എനിക്കൊരു ജീവിതം വെച്ചിട്ടുണ്ട്. ആ ജീവിത പ്രകാരം എനിക്ക് നടക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ ഒരാൾക്ക് വേണ്ടി ജീവിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾ വേണം, അപ്പോൾ മറ്റൊരാൾ എല്ലാവർക്കും വേണ്ടി. പക്ഷേ ഞാൻ ദൈവപ്രകാരം ജീവിക്കുന്ന എന്നെ അംഗീകരിക്കുമ്പോഴാണ് സന്തോഷം വരുന്നത്. ഇപ്പം ഞാൻ പറയാം, ബെസ്റ്റ് എക്സാമ്പിൾ ചെയ്യാം. ഇതൂടെ പറഞ്ഞിട്ട് നിർത്താം. ഇപ്പം എനിക്കില്ലാത്തൊരു കഴിവ് മറ്റൊരാൾക്കുണ്ട്. ഇപ്പം ഞാൻ ആ ആളെ അഡ്മയർ ചെയ്യുന്നു, മനസ്സിലായോ? പക്ഷെ ആ ആൾക്കില്ലാത്ത ഒരു കഴിവ് എന്നിലുണ്ട്, മനസ്സിലായോ? ഇപ്പം പറയാം, ഞാൻ സോക്കർ ഒരു എക്സാമ്പിൾ, ഒരു ഫുട്ബോൾ കളി, ഞാൻ ആ വ്യക്തിയെക്കാട്ടി നല്ലതായിട്ട് ആ വ്യക്തി എന്നെക്കാട്ടി നല്ലതായിട്ട് കളിക്കും. അപ്പം ഞങ്ങൾ രണ്ടുപേരും കളിക്കും. പക്ഷെ ആൾ നല്ലതായിട്ട് കളിക്കും. അപ്പം ഞാനെപ്പോഴും ആ വ്യക്തിയെ അഡ്മയർ ചെയ്യും. ബട്ട് വെൻ ഇറ്റ് കംസ് ടു സ്പിരിച്വൽ ലൈഫ് വരുമ്പം ആം ബെറ്റർ ദാൻ എന്ന് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അതിനെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിക്കറ്റ് തന്നെ പറയാം. ക്രിക്കറ്റ് വരുമ്പം ഞാൻ ആ ആളെക്കാട്ടി നല്ലതായിട്ട് കളിക്കും. അപ്പോൾ ആ ആളുടെ വ്യക്തിത്വം നല്ലതാണെന്നുണ്ടെങ്കിൽ, മനസ്സിലായോ? ഇഫ് ഐ പ്ലേ ബെറ്റർ ദാൻ ഹിം, എന്നെ അഡ്മയർ ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായോ? അന്നേരം ആ വ്യക്തിയിൽ ഈഗോയും മറ്റതുള്ളത് കോൺഫ്ലിക്റ്റ് ചെയ്തിട്ട്, ഇവനങ്ങനെ, ഇവനിങ്ങനെയാണ് പറഞ്ഞ് 100 ന്യായങ്ങൾ കണ്ട്, മനസ്സിലായോ? എൻ്റെ വ്യക്തിത്വം അടിച്ച് താക്കാൻ ശ്രമിച്ചാൽ ആ വ്യക്തിയില്ല പ്രശ്നം, എന്നിലല്ല പ്രശ്നം. മനസ്സിലായോ? ഐ അഡ്മയർ ഹിം because he is better than me in soccer, in football, okay? But when it comes to cricket, I'm better than him, but he cannot, അത് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായി? ആ വ്യക്തിക്ക് എന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പോൾ ആളുടെ വ്യക്തി പ്രോബ്ലം എനിക്ക് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഹാസ് ടു ഫിക്സ് ഹിംസെൽഫ് എന്ന് പറയുന്ന പോലെ മറ്റൊരാൾ എന്നെക്കാട്ടി ശ്രേഷ്ഠനെന്ന് മറ്റുള്ളവരെ കൗണ്ട് ചെയ്യുമ്പം,
മനസ്സിലായി, അവിടെയാണ് ജീവിതത്തിലെ വിജയം ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ, അത്രയും ഉള്ളൂ. ഓക്കെ, അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് നിർത്താം. ദൈവമേ സർവ്വസ്വതാവേ, ഇന്നത്തെ ഈ സന്ധ്യാസമയം അല്പസമയം സന്ധ്യയിൽ ദൈവമേ വചനമായിട്ടിരിക്കുന്നു. എനിക്ക് ഇടയാക്കി ദൈവമേ വചനത്തിൽ നിന്ന് എന്തെങ്കിലും ദോഷമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ. ദൈവമേ കേൾക്കുന്ന ജനത്തിൻ്റെ ഹൃദയത്തിൽ ദൈവമേ അത് പരിവർത്തിക്കാൻ ഇടയാക്കണമേ. അതേപോലെ ദൈവമേ അത് ഞങ്ങളുടെ ജീവിത യാത്രയിൽ ദൈവമേ അത് അനുഗ്രഹപ്രദമായി തീരുമാനക്കണമേ. വിശ്വാസം, സത്യം ദൈവമേ അത് ഞങ്ങളെ കൂടുതലായി പഠിപ്പിക്കണമേ. അതേപോലെ പ്രീ ഡെസ്റ്റിനേഷൻ വേഴ്സസ് ഫ്രീ വിൽ ദൈവമേ അതും എന്തുവാണെന്ന് ഞങ്ങളെ കൂടുതലായി ആഴത്തിൽ പഠിപ്പിച്ച് ദൈവമേ വചനത്തോട് അടുത്ത് ജീവിപ്പാൻ, വചനപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തുവിനെ ധരിച്ചവരായി ഞങ്ങൾക്ക് ജീവിപ്പാണമേ. ക്രിസ്തീയ ജീവിതം ഒരു 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 ഫ്രീഡം ഉള്ള ലൈഫാണെങ്കിൽ ഫ്രീഡം കംസ് വിത്ത് റെസ്പോൺസിബിലിറ്റി. ആ റെസ്പോൺസിബിളായിട്ട് ഞങ്ങൾക്ക് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ജീവിതത്തിൽ വന്ന തെറ്റുകളും കുറ്റങ്ങളും കുറവുകളെല്ലാം ഞങ്ങൾ ക്ഷമിച്ചോട്ടെ. ഈശോ തന്നെ ആമേൻ.